Good morning to all. Welcome to computer class. Today we are going to study chapter 2 Windows 7 operating system. What do you mean operating system? Operating system is a special program or software and it must be installed on every computer. Without the operating system, we cannot start computer to work on it. The operating system allows us to interact with the computer. It manages all the jobs and devices of the computer. Windows 7 is an example of the operating system. എന്താണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ഓർ സോഫ്റ്റ്വെയർ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഇൻസ്റ്റാൾഡ് ഓൺ എവരി കമ്പ്യൂട്ടർ. എല്ലാ കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Without the operating system, we cannot start computer to work on it. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൂടാതെ കമ്പ്യൂട്ടറിൽ ഒരു വർക്ക് ചെയ്യാനും സാധ്യമല്ല. The operating system allows us to interact with computer. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിനും കമ്പ്യൂട്ടറിനും തമ്മിൽ പരസ്പര ആശയവിനിമയം ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് മാനേജസ് ഓൾ ദ ജോബ്സ് ആൻഡ് ഡിവൈസസ് ഓഫ് ദി കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിൻ്റെ എല്ലാ ഡിവൈസിനെയും അതേപോലെ അത് ചെയ്യേണ്ട എല്ലാ ജോബിനെയും വർക്കിനെയും മാനേജ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. വിൻഡോസ് 7 ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഒരു എക്സാമ്പിളാണ് വിൻഡോസ് 7. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ലൈക്ക് a principal in school who manages all the teachers, students and other school staff. Just like a principal gives instruction for the work to be done, an operating system also tells the computer how to work. In other words, it act as an interface between you and the computer system. കമ്പ്യൂട്ടറിനും കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിനും ഒരു ഇൻ്റർഫേസ് എന്ന് വെച്ചാൽ മീറ്റിംഗ് പോയിൻ്റ്, രണ്ടുപേരുടെ ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ന് പറയാം. ഇവിടെ ആളല്ല, നമ്മുടെ സോഫ്റ്റ്വെയർ ആണ്. കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളിനും കമ്പ്യൂട്ടറിനും ഇടയിൽ ഒരു മീഡിയേറ്ററായിട്ട് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Operating system help you do many tasks at the same time and keeps a track of all the programs you are working on. This means it lets you multitask. ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് കമ്പ്യൂട്ടറിൽ ധാരാളം വർക്കുകൾ ടാസ്ക് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആൻഡ് കീപ്പ് എ ട്രാക്ക് ഓഫ് ഓൾ ദ പ്രോഗ്രാംസ് യു ആർ വർക്കിംഗ് ഓൺ. നിങ്ങൾ ചെയ്യുന്ന ആ ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനെ എല്ലാം ഹെൽപ്പ് ചെയ്യാനായിട്ട്, അതിൻ്റെ വർക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് സാധിക്കും. സോ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മൾട്ടി ടാസ്ക്. There are many types of operating system available in the market. Microsoft Windows and Macintosh Mac Macintosh operating system are the most commonly used operating systems. Linux and Unix are the operating systems that are available
free. Which are the most commonly used operating systems? Microsoft Windows and Macintosh operating system are the most commonly used operating system. Linux and Unix are operating systems that are available for free. Two types of operating systems are single user operating system and multi-user operating system. First one, single user operating system. Single user operating system allows only one user to log on to the computer at a time. It is usually used at home and in schools. Microsoft Windows and Macintosh operating systems are popular single user operating systems. എന്താണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? Single user operating system allows only one user to log on to the computer at a time. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ തരത്തിലുള്ളവയാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂഷ്വലി യൂസ്ഡ് അറ്റ് ഹോംസ് ആൻഡ് ഇൻ സ്കൂൾ. സാധാരണ സ്കൂളിലും നിങ്ങളുടെ വീടുകളിലും ഒക്കെ കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്? സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. Microsoft Windows and Macintosh operating system are popular single user operating system. മൈക്രോസോഫ്റ്റ് വിൻഡോസും അതേപോലെ MAC, മാക്, മാസിൻഡോഷ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഏതിന് എക്സാമ്പിളാണ്? പോപ്പുലറായിട്ടുള്ള സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. ദ നെക്സ്റ്റ് വൺ, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. Multi-user operating system allows many people to use the same computer at a time. ധാരാളം ആൾക്കാർക്ക് ഒരേ സമയത്ത് ഒരു കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഏത് തരം ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ? മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ. ഹിയർ വൺ മെയിൻ കമ്പ്യൂട്ടർ ഈസ് അറ്റാച്ച്ഡ് ടു മെനി അതർ കമ്പ്യൂട്ടേഴ്സ്. ഇറ്റ് ഈസ് mostly used in big offices, hospitals, airports and other public places where a lot of people are required to access the same system. Linux and Unix are example of multi-user operating systems. ഒരു മെയിൻ കമ്പ്യൂട്ടറിനെ മറ്റു ധാരാളം കമ്പ്യൂട്ടറുകളുമായിട്ട് അറ്റാച്ച് ചെയ്ത് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു രീതിയായിരിക്കും മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കാണപ്പെടുന്നത്. സാധാരണയായിട്ട് ഇത് ബിഗ് ഓഫീസുകളിലും അതേപോലെ ഹോസ്പിറ്റൽ, എയർപോർട്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ധാരാളം ആൾക്കാർക്ക് ഒരേ സമയം തന്നെ സിസ്റ്റം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ലിനക്സ്, യുണിക്സ് എന്നിവയാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉദാഹരണമായിട്ടുള്ളത്. വാട്ട്സ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം? ഇൻ സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം allows only one user to log on to the computer at a time, whereas in multi-user operating system allows many people to use the same computer at a time. സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ലോഗ് ഓൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്താണ്? ഒരു സമയത്ത് ഒരു കമ്പ്യൂട്ടറിൽ ധാരാളം ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Example of single user operating system is Microsoft Windows and Macintosh operating system. Tell me the example of multi-user operating system. Linux and Unix are the example of multi-user operating system. Okay, all of you understood this topic? Once again, today we are studying about operating system and types of operating system.
Operating system means a special program or software, and it must be installed on every computer. It acts as an interface between you and the computer system. Different type of operating systems are single user operating system and a multi-user operating system. In single user operating system allows only one user to log on to the computer at a time. But in multi-user operating system allows many people to use the same computer at a time. Okay, all of you understood this topic. Today's class comes to an end. We will meet on next computer class. Thank you all.